ഭക്ഷണപ്പെരുമയുടെ പെരുന്തച്ചന്മാരെ തേടിയുള്ള യാത്രയിൽ ഞാനിന്ന് എത്തിയത് തലശ്ശേരിയിലാണ്. കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്കുള്ള വഴിയിൽ തലശ്ശേരി കോടതിയിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ ദൂരത്തിലാണ് നാഷണൽ ഹോട്ടൽ. കലർപ്പില്ലാത്ത ഭക്ഷണം ഇത്രയും കാലം ഇത്രയും രുചികരമായി 50 വർഷം കൊടുത്തതിന് ഒരു പത്മശ്രീയോ പത്മവിഭൂഷണോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് അത് അർഹതയുണ്ട്. അത്രയും ഗംഭീരമായ ഭക്ഷണമാണ് ഈ എന്താ പറയുക 50 വർഷക്കാലമായിട്ട് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ എറണാകുളത്ത് നിന്നുള്ള ഒരു 5 അംഗ സംഘം കണ്ണൂരിലേക്ക് ഉള്ള അവരുടെ യാത്രയിൽ ആദ്യമായി അവർ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയത് ഈ ഹോട്ടലിലാണ്. അപ്പോൾ അവരെ പരിചയപ്പെടുകയും അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഹോട്ടലിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഓരോ ഇവിടുത്തെ ഭക്ഷണങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് പറഞ്ഞൊരു റിവ്യൂ നടത്തിയിട്ടുണ്ട്. അതൊക്കെ അവസാനം വരെ കാണുക. പിശുക്ക് കാണിക്കാതെ കുറച്ച് ലൈക്കും കൂടി അടിച്ചേക്കണേ. തുടങ്ങിയതാണ് 50 വർഷത്തെ ഉണ്ടാവും. അടുക്കള ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഇവിടെ പച്ചടി, മീൻ തല, ഓരോ സ്പെഷ്യൽ ഇത് മുളക് അതിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ആളുകൾക്ക് റെഡിയാവുന്നുണ്ട്. കല്ലിൽ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നേക്കുന്നതാണ്. സോ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കട. എപ്പോഴെങ്കിലും ഈ തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് നാഷണൽ ഹോട്ടൽ ട്രൈ ചെയ്യണം. ആ ഐക്കുറേൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് മെൽറ്റ് ആൻഡ് മൗത്ത് എന്നുള്ള ലിറ്ററൽ സെൻസാണ് ഈ ആട്ടിൻതല കഴിക്കുന്നത്. ആട്ടിൻതല ഭയങ്കര അടിപൊളി ഒരു സാധനമാണ്. ഇത് നാഷണൽ ഹോട്ടൽ, ഭക്ഷണപ്പെരുമയുടെ ഈറ്റില്ലം. നിങ്ങൾ ഭക്ഷണപ്രിയരാണെങ്കിൽ ഇവിടെയൊന്ന് കയറിയിട്ടില്ലെങ്കിൽ ജന്മം പാഴാവുമെന്നുള്ളത് തീർച്ചയാണ്. ഉച്ച സമയത്ത് തിരക്കേറിയ ദേശീയപാത മുറിച്ചു കടന്ന് അവിടത്തേക്ക് പാഞ്ഞു കയറുന്ന ആളുകളെ കണ്ടാൽ ഇങ്ങനെയല്ലാതെ പിന്നെന്താണ് പറയാൻ കഴിയുക. കേക്കും ക്രിക്കറ്റും സർക്കസും പിറവിയെടുത്ത തലശ്ശേരിക്ക് മറ്റൊരു തിലകക്കുറി. എവിടെ നിന്നൊക്കെയാണ് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് എന്നറിയണമെങ്കിൽ ഉച്ച സമയത്ത് അവിടെയൊന്ന് പോയി നിന്നാൽ മതി. ഈ ഭക്ഷണപ്പുരയിൽ കയറിയാൽ നമ്മുടെ വയറും മനസ്സും നിറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കയറി ചെല്ലുന്നതിൻ്റെ വലതുവശത്തുള്ള ഈ ചില്ലലമാര നോക്കിയാൽ തന്നെ നമ്മുടെ സർവ്വവിധ നിയന്ത്രണങ്ങളും നഷ്ടമാവും. കപ്പയുടെ കൂടെ ബീഫ് ഫ്രൈ വേണോ, തലക്കറി വേണോ, ആട്ടിൻതല വേണോ, കൂന്തൽ ഫ്രൈ വേണോ എന്നതൊക്കെ ആയിരിക്കും നമ്മുടെ കൺഫ്യൂഷൻ. കപ്പയും പുട്ടും ഇടിയപ്പവുമൊക്കെ രാവിലെയും വൈകുന്നേരവുമുള്ള ഭക്ഷണമാണ്. ഉച്ചക്ക് ചോറാണ് പ്രധാനം. ഗുണ്ടർട്ട് സാഹിബിൻ്റെ പൂർണ്ണകായ പ്രതിമയുള്ള തലശ്ശേരി സ്റ്റേഡിയത്തിനും മിനി സിവിൽ സ്റ്റേഷനും അടുത്തായിട്ടാണ് രുചികളുടെ ഈ മാന്ത്രിക സങ്കേതം. അച്ഛനായിട്ട് തുടങ്ങിയതാണ്. 50 വർഷത്തെ ഉണ്ടാവും. മൊത്തം ഒരു 50 വർഷം മുമ്പേ തുടങ്ങിയ ഹോട്ടൽ. ഇവിടുത്തെ സ്പെഷ്യൽ ഭയങ്കരമായിട്ടാണ്. ഇവിടെ ഭയങ്കര പേരാണ്. എവിടെ വെച്ചാലും ആളിങ്ങനെ പറയുന്നത്. ഇവിടെ പുതിയ ബ്രാഞ്ച് വരുന്നുണ്ട്, ചർക്കര. ഇവിടെ ചർക്കര അല്ലേ? അപ്പോൾ ഇവരെ ഒരു പുതിയ ബ്രാഞ്ച് കൂടെ, കാരണം ഇവിടെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും. അത് കുറക്കാൻ വേണ്ടി ചർക്കര പുതിയൊരു ബ്രാഞ്ചും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ ഒരു ചെറിയൊരു ക്ലിപ്പ് ഈ ഹോട്ടലിൻ്റെ ഇട്ടതാണ്. അത് നല്ല തിരക്കുള്ള സമയമായിരുന്നു, അതുകൊണ്ട് മുഴുവനായിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പിന്നെയൊരു ദിവസം വരാമെന്ന് വന്ന് 12 മണിക്ക് ശേഷം വന്നാൽ കുറച്ച് തിരക്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് കുറേ കാലത്തിന് ശേഷം ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ അടുക്കള ഭയങ്കര ബിസിയാണ്. സ്പെഷ്യൽ ഇങ്ങനെ റെഡിയായി വരികയാണ്. സെക്കൻഡ് ഒന്ന് നോക്കുക ഇങ്ങോട്ട്. നിങ്ങളുടെ പേര്? സിനിയല്ല. എല്ലാം ഈ ഭക്ഷണത്തിൻ്റെ സ്പെഷ്യലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കൈപ്പുണ്യായിരിക്കും. അപ്പോൾ ഇവിടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. പച്ചടിയല്ലേ ഇതല്ലേ? പച്ചടി. ഇത് തലക്കറിയാ, മീൻ തല. ഓരോ സ്പെഷ്യലായിട്ട് കാണാം നമുക്ക്. ഇത് പച്ചടിയുടെ കണ്ടു. ഇത് മീൻ തല. ഇത് അയക്കൂറ തല. അപ്പോൾ ഈ തലക്കറിയും കപ്പയൊക്കെ കൂട്ടി കഴിക്കണം. അപ്പോൾ പറയുമ്പോൾ തന്നെ എന്താ പറയുക, വായിൽ കപ്പലോടുന്നുണ്ട്. അത്രയും രുചികരമാണ്. ഞാനൊരു 3-4 പ്രാവശ്യം ഇത് കഴിക്കാനായിട്ട് അത്രയും ദൂരത്തിന് വന്നിട്ടുണ്ട്. അഞ്ചരക്കണ്ടിക്ക് അടുത്തുനിന്ന്. ഇത് അയക്കൂറ അല്ലേ? അയക്കൂറ. ഇത് മുളക് അതിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് അയക്കൂറ.
ഇവിടെ മസാല പുരട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അയക്കൂറ കഷ്ണം, ഇത് പുരട്ടിയത്, മസാല പുരട്ടിയത്. ഇത് എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഹോട്ടൽ? ഇത് 19 വർഷമായി. 50 വർഷം. അപ്പോൾ ഈ ഹോട്ടല് തലശ്ശേരി ടൗണിൻ്റെ ഒരു തുടക്കം ഈ കോടതി കഴിഞ്ഞ പാടാണ്. കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് വരുമ്പോൾ തലശ്ശേരി കോടതി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാലാണ് അടുത്ത വശത്താണ് ഈ ഹോട്ടൽ. നാഷണൽ ഹോട്ടലാണ് ഇതിൻ്റെ പേര്. അപ്പോൾ കണ്ണൂരിൻ്റെ ഭക്ഷണ തനിമ അതേപടി നിലനിർത്തുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ നമുക്ക് കിട്ടുക. ചോറ് ഇവിടുത്തെ സ്പെഷ്യലാണ് ഏറ്റവും എന്താ പറയുക പെക്യൂലിയർ എന്ന് പറയാം. അല്ലാതെ പ്രത്യേകതയുള്ള സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പെഷ്യലാണ്. അതൊരു 1.5 സ്പെഷ്യൽ എന്ന് പറയാം. ആട്ടിൻ്റെ തല, മീൻതല, അയക്കൂറ പൊരിച്ചത്, കൂന്തൽ, കല്ലുമ്മക്കായി, അതുപോലെ അയല പൊരിച്ചത്, അങ്ങനെ ഈ കടലിൽ നിന്ന് കിട്ടുന്ന സകല മീനും പിന്നെ അതുപോലെ എന്താ പറയണ്ടേ നമ്മുടെ പരിസരങ്ങളിൽ കിട്ടുന്ന എല്ലാ വിഭവങ്ങളും ഇവിടെ നമുക്ക് കിട്ടും ഈ ഹോട്ടലിൽ. അപ്പോൾ ഒന്ന് വന്ന് ഈ പിന്നെ ഇവിടുത്തെ രുചി അറിയണം. നമ്മൾ എന്ത് പറഞ്ഞാലും അത് നമുക്ക് ബോധ്യമാവില്ല. നേരിട്ട് വന്നിട്ട് തന്നെ നമ്മളിതൊന്ന് പിന്നെ പരിചയപ്പെടണം, ടേസ്റ്റ് അറിയണം. ഇവിടെ മീൻകറി റെഡിയുണ്ട്. ഇപ്പോൾ പാർസലിൻ്റെ തിരക്കാണ്. ആളുകൾ വരുന്നതിന് മുമ്പേ പാർസൽ റെഡിയാക്കുക, അതിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇത് ചോറ് വട്ടിയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഐറ്റം റെഡിയാകുന്നുണ്ട്. ഇതെന്തായിരിക്കും? കൂന്തൽ റെഡി. പിന്നെ ഇത് ചെമ്മീന് പിന്നെ ഫ്രൈ, ചെമ്മീൻ ഫ്രൈ ഉണ്ട്. ആ അറ്റത്ത് കാണുന്ന ബീഫുണ്ട്. ഇതെല്ലാം റെഡിയായി. 12 മണിയാകുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ റെഡിയായി. വേണ്ട ഞണ്ട് അടുപ്പത്ത് കിടന്ന് വേകുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇതിലൊന്നുമല്ല, ഗ്യാസ് സ്റ്റൗവിലൊന്നുമല്ല, മൊത്തം അടുപ്പിൽ കത്തിച്ചിട്ടാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത്. അതായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം ആട്ടിറച്ചിയായി കാണുന്നു. ആട്ടുംതല. ആട്ടുംതല ഇവിടെ റെഡിയായി. പിന്നെ എന്താ പറയുക, ആളുകൾക്ക് കൊടുക്കാൻ പാകത്തിൽ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇവിടെ അയക്കൂറ പിന്നെ റെഡിയാവുന്നുണ്ട്. കല്ലിൽ നിരത്തിയിടുന്നുണ്ട്. നിങ്ങളായിരിക്കും ഇവിടുത്തെ പ്രധാന അല്ലേ? ഒരാളുണ്ട്. മെയിനാണ് മൂപ്പർ. നിങ്ങളെ പേരെന്ന് പറയാം. ഒന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട്. വിനോദ്. വിനോദേട്ടൻ ഇവിടുത്തെ ഒരു പ്രധാന കുക്കാണ്. അപ്പൊ ഇവിടെ അടുക്കള ഭയങ്കര സജീവമാണ്. നമ്മള് അതിങ്ങനെ പുറത്തൊന്നും കാണിച്ചു കൊടുത്തില്ല. ഓക്കെ. അപ്പോൾ തീർച്ചയായും നമ്മളിതൊന്ന് പിന്നെ ഈ ഇവിടുത്തെ ഭക്ഷണം ഒന്ന് വന്ന് അതിൻ്റെ ടേസ്റ്റ് രുചി ഒന്ന് അറിയണം. അപ്പോൾ പേര് നാഷണൽ ഹോട്ടല്. ഇതെല്ലാം പിന്നെ കൊഞ്ച് വൃത്തിയാക്കി വെച്ചതാണ്. ഇവിടെ അയക്കൂറ അല്ലേ? അത് മുറിച്ച് കഷ്ണം റെഡിയാക്കി വെച്ചു. ഇതെല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ്. അതാണ് ഇവർ എനിക്ക് നേരിട്ട് പോയിട്ട് സെലക്ട് ചെയ്തിട്ട് നോക്കി എടുത്തിട്ട് നേരിട്ട് കൊണ്ടുവരുന്നതെന്ന് എടുക്കുന്നത്. അല്ലെങ്കിലും സ്ഥിരമായിട്ട് വാങ്ങുന്ന ഇവർക്ക് നല്ല സാധനങ്ങൾ കൊടുക്കുമല്ലോ. ചില സ്ഥലത്തൊന്നും ഇങ്ങനെ ഫ്രഷ് നമുക്ക് കിട്ടുമല്ലോ. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ നമുക്കറിയാം എല്ലാം ഫ്രഷാണ്. ഇതിൻ്റെ കഷ്ണത്തിൻ്റെ നിറമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. ഇത് കല്ലുമ്മക്കായി തോട് പൊളിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. അയല, നല്ല യമണ്ടൻ അയല മുളകിൽ കുളിച്ചിങ്ങനെ വെക്കുന്നുണ്ട്. കാശ്മീരി മുളകിൽ ഇങ്ങനെ പുരട്ടി വെച്ച് കാണുന്ന നല്ലൊരു സ്റ്റൈലാണ്. നല്ല ചോപ്പ്, അതിന് എരിവ് കുറവായിരിക്കും. ഇത് അയില, നല്ല കാശ്മീരി മുളകിൽ പൊടിച്ച് വെക്കുന്ന അയില. അപ്പോൾ ഇവിടെ ചെറുങ്ങനെ തുടങ്ങി, ഭക്ഷണത്തിൻ്റെ തിരക്ക് ചെറുതായിട്ട് തുടങ്ങി. ആളുകൾ വന്നു തുടങ്ങി. വീടിൻ്റെ തിരക്ക്, ആളുകൾ വന്നു തുടങ്ങി. സ്ഥിരമായിട്ട് വരുന്ന കട അതെട്ടാ. ഇതെങ്ങനെ ചേട്ടാ അങ്ങനെ കപ്പ കാണാം. കപ്പയും തക്കറിയും, കപ്പയും ബീഫും, അതുപോലെ എല്ലാം അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും.
ഇടിയപ്പം, നൂൽപുട്ടുണ്ട്, പുട്ടുണ്ട്, ഇത് പത്തൽ. എല്ലാം വണ്ടി നിർത്തിയിട്ട് ഇവിടത്തേക്ക് വരുന്ന ആൾക്കാരാണ്. ഈ ഭക്ഷണത്തിൻ്റെ ഇത് ഭക്ഷണം കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല, കഴിക്കാനായിട്ട് വന്നതാണ്. അതെയല്ലേ? എറണാകുളത്ത് നിന്ന് വരുന്നവരാണ്. ഓ, അത് ശരി. എറണാകുളത്ത് നിന്ന് വന്നിട്ട് അപ്പോൾ ഇവിടുന്ന് എങ്ങനെ അറിഞ്ഞു ഇത്? അല്ല, നമ്മള് പണ്ടോട്ട് ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട് അടിപൊളി ഹോട്ടലാണ്. അതെ അതെ അതെ. അപ്പോൾ കുറെ പ്രാവശ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇതിനു വേണ്ടി വരാൻ പറ്റില്ലല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ നമ്മൾ കണ്ണൂർ പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് മസ്റ്റായിട്ടും കയറിയിട്ട് പോകണമെന്ന് ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു. സീ ഫുഡ് ഒരു രക്ഷയില്ലാന്നാണ് എല്ലാവരും പറയാറുള്ളത്. അസാധ്യമാണ്, ഗംഭീരം. നമ്മൾ ആദ്യം ഒതേൻസിൽ പോകുന്ന വിചാരിച്ചത്. അപ്പോൾ പിള്ളേർ പറഞ്ഞു അത് ഒതേൻസ് അല്ല, അതിന് സ്പെഷ്യൽ കൂടുതലൂടെ ഉണ്ടെന്നുണ്ടല്ലേ? ഭയങ്കരമാണ്, ഭയങ്കരമാണ്, അടിപൊളിയാന്ന് കേട്ടത്. ഇവിടുത്തെ എനിക്കൊന്ന് ഈ ആട്ടുനിലയൊക്കെ അല്ലേ, അതൊക്കെ ഗംഭീരമാണ്. ആട്ടുനില ഉണ്ട്, റെഡി ഉണ്ട്. ഞങ്ങള് പറ്റുവാണെങ്കിൽ കഴിച്ചിട്ട് വന്നിട്ട് റിവ്യൂ തരണമെന്നുണ്ട്. പക്ഷേ വേണം, ഞാൻ നിൽക്കാം, കുഴപ്പമില്ല, കുറച്ചൊന്നും നിൽക്കാം, കുഴപ്പമില്ല. ഷുവറാണോ? ആ, ഓ, ഓക്കെ. ഞങ്ങളെന്നാ കഴിച്ചിട്ട് ഞങ്ങൾ നല്ല ഗംഭീര റിവ്യൂ തരാം. ആയിക്കോട്ടെ. വന്നിട്ടൊന്ന്. ഏട്ടനോട് കുറേ ആയാ? ഒരു കൊല്ലായി. ഒരു കൊല്ലായിട്ടാണ്. അതെ അല്ലേ? രാവിലെ മുതൽ ഇവിടെ ഉണ്ടോ? 11 മണിക്ക് വരും. 11 മണിക്കാ? 4 മണിക്ക്. 4 മണി വരെ. ആ, ഇവിടെ ഇഷ്ടംമാതിരി വാഹനങ്ങൾ വരുമല്ലോ അല്ലേ? ഹായ്, ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നേക്കുന്നതാണ്. സോ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കട. പക്ഷേ ഇതിനായിട്ട് നമുക്ക് തലശ്ശേരിയോ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കണ്ണൂർക്ക് വരേണ്ടി വന്നപ്പോൾ നമ്മൾ ഇവിടെ മസ്റ്ററായിട്ട് കഴിക്കണം തോന്നിയിട്ട് അങ്ങനെ വന്നതാണ്. നാഷണൽ ഹോട്ടൽ ലൈക്ക് മസ്റ്ററി ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ മസ്റ്ററി ആയിട്ട് നാഷണൽ ഹോട്ടൽ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടല്ലേ? ഫുഡ് ഇഷ്ടപ്പെട്ടല്ലേ? ഫുഡ് ഇസ് അമേസിങ്. അതായത് നമ്മളിപ്പോൾ സീ ഫുഡ് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഐക്കൂറിൻ്റെ ഒക്കെ ഫ്രൈ മേടിക്കുകയാണെങ്കിൽ ആ മസാലയും വളരെ മിനിമൽ മസാല, അല്ലാണ്ട് ഓവർ പവറിങ് അല്ല. കാരണം യൂഷ്വലി ഇത്രയും ഫ്രഷ് മീറ്റ് ആകുമ്പം ആ മീറ്റിൻ്റെ ഫ്ലേവർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐക്കൂറേൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് മെൽറ്റ് ആൻഡ് മൗത്ത് എന്നുള്ള ലിറ്ററൽ സെൻസിൽ തന്നെ പറയാൻ പറ്റും. ആൻഡ് അത്രയും മിനിമലായിട്ടുള്ള മസാല യൂസ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്കറിയില്ല ബാക്കിയുള്ളവരാരും, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ആട്ടുംതല കഴിക്കുന്നത്. ആട്ടുംതല ഭയങ്കര അടിപൊളി ഒരു സാധനമാണ്. നല്ല രസമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫുൾ ഹോൾ ആട്ടുംതലയായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിങ്ങനെ ചോപ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. കാരണം നോർമലി ആട്ടുംതല ഹോളായിട്ട് വരക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇത് ആ സംഭവമൊന്നുമില്ല. അതേപോലെ ഞങ്ങളാണെങ്കിൽ കല്ലുമ്മക്കായ ട്രൈ ചെയ്തു. ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ഐക്കൂറ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് ഹോട്ടലിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കല്ലുമ്മക്കായ കഴിക്കാൻ തന്നെ പ്ലാൻ ചെയ്തത്. ആൻഡ് കല്ലുമ്മക്കായ ഭയങ്കര ഫ്രഷ് എന്ന് വെച്ചാൽ അതും എല്ലാ സാധനത്തിലും ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാളിറ്റി നമുക്ക് മനസ്സിലാകും. കാരണം ഇപ്പോൾ മസാലപ്പൊടി ഉപയോഗിച്ചിരിക്കുന്നതാണെങ്കിലും അതേപോലെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരിക്കുന്നതാണെങ്കിൽ വെളിച്ചെണ്ണേൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ല നല്ല അടിപൊളി വെളിച്ചെണ്ണ ടേസ്റ്റ്. ഇപ്പോൾ നമ്മളൊക്കെ എറണാകുളത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും മറ്റേ പാക്കറ്റിലുള്ള വെളിച്ചെണ്ണയൊക്കെ കഴിച്ചിട്ടാണ് ശീലം. അതുകൊണ്ട് നമുക്ക് ആ ഒത്തൻറ്റിക് ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. പക്ഷേ ഇതിൽ ആ വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ വരെ അത്രയും ഭയങ്കര ഒരു വീട്ടിൽ പോലും നമുക്ക് ഇത്ര നല്ല ടേസ്റ്റിൽ കിട്ടൂല, സത്യം പറയാലോ. പിന്നെ ഒരു പ്രത്യേകത എന്താ പറയുക, അവര് കിച്ചണില് അടുപ്പ് തന്നെയാണ്, വിറകടുപ്പാണ്. വിറകടുപ്പ് തന്നെ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. ഉണ്ടാക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റിയിൽ അത്രയും വ്യത്യാസം ഉണ്ടാവും. ആ കാരണം കുക്കിംഗ് പ്രോസസ്സിൽ തന്നെ വ്യത്യാസം വരുമ്പോഴത്തേക്കും ഫ്ലേവറിൽ അത് ആഡ് ഓൺ ചെയ്യും. അപ്പോൾ അതുണ്ടായി. പിന്നെ ഈവൻ അതിൻ്റെ കൂടുതലുള്ള സൈഡ്സിലുള്ള കറികൾ, ഇപ്പം ചെറിയ കാളൻ ഉണ്ടായി, മോര് കറി, പിന്നെ പറയാതിരിക്കാൻ വയ്യ അതിനകത്തുള്ള മറ്റേ മീൻകറി ഉണ്ടായി. മീൻകറി ആ പച്ചയരച്ച മീൻകറി വരെ വെസ്റ്റ് ഗ്രേവി മാത്രമേ ഉള്ളൂ, പക്ഷെ അത് തന്നെ നല്ല രസമായിരുന്നു. അതെന്തോ എനിക്കൊന്നും ഒരു കൈപ്പുണ്യം അല്ലേ, അതുണ്ടാവും. പിന്നെ അവർ ചേർക്കുന്ന ആ ഒരു മസാലേൻ്റെ അളവുണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും അവരുടെ സ്പെഷ്യൽ ഉണ്ടാവും, ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഇപ്പൊ നമ്മൾ ഓണറിനെ പരിചയപ്പെട്ടപ്പോഴാണ് പുള്ളിക്കാരത്തി 50 വർഷമായെന്നുള്ളത്. 50 വർഷത്തിനിടയിൽ അച്ഛൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഈ 50 വർഷത്തിൽ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് അവർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അതും വേണമെങ്കിൽ അവർക്ക് ഇത്രയും നാൾക്കിടയിൽ അവർക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ വലിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. പക്ഷെ ദേ സ്റ്റക്ക് ടു ദിസ് സെയിം ലെവൽ. പക്ഷെ അവർ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുള്ളതാണ്. ഇപ്പം ഞങ്ങളൊരു 12:30-ക്കാണ് വന്നത്. ഇപ്പോൾ സമയം 1 മണി. ഈ 1 മണിക്ക് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ വാതിൽ പുറത്ത് ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ അതാണ് അവസ്ഥ. ആൻഡ് ഞങ്ങൾ 12:30-ക്ക് വന്നിട്ട് തന്നെ ഞങ്ങൾക്ക് ബ്രെയിൻ ഫ്രൈ ഒന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എപ്പോഴും നേരത്തെ വന്നിട്ട് ബ്രെയിൻ ഫ്രൈ ആയി. 5 പേര് എറണാകുളത്ത് നിന്ന് പിന്നെ ഇതിനായിട്ട് വന്നതല്ല, കണ്ണൂർ മറ്റെന്തോ ആവശ്യത്തിന് വന്ന സമയത്ത് ഇവിടെ ഇത് കേട്ടറിഞ്ഞുകൊണ്ട് ഇവിടെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയതാണ്.
അപ്പോൾ കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ ആയല്ലേ നിങ്ങളിവിടെ എത്തല ഉച്ചയ്ക്ക്? ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കണ്ണൂരിലെ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ അവര് സജസ്റ്റ് ചെയ്ത് മോസ്റ്റ്ലി അത് ഒരു സെറ്റ് ഫ്രണ്ട്സ് അല്ല, എല്ലാവരും വിളിച്ചവർക്കും പല പല ഫ്രണ്ട്സിനെ വിളിച്ചപ്പോഴും എല്ലാവരും പറയുന്നത് സെയിം ഒരേ ഹോട്ടലിന്റെ പേര്. ഞങ്ങൾ കണ്ണൂർ ഒരു ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ പോണ വഴിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഞങ്ങൾ എറണാകുളം തൊട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നത്. കാൽടെക്സ് പോകണം, ഹോട്ടൽ ഉദയൻസ് പോകണം, പിന്നെ പാരീസ് ഹോട്ടൽ പോകണം. അപ്പോൾ ലാസ്റ്റ് നാഷണൽ ഹോട്ടലിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ ഫസ്റ്റ് എത്തിയത്. സ്റ്റാർട്ടിങ് അല്ലേ? അപ്പോൾ ഇന്നാ എത്തിയേ? ഇപ്പോൾ കൊണ്ട് ആണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. പിന്നെ പ്രൈസും ഭയങ്കര റീസണബിൾ ആണ്. ഞങ്ങൾ ഇത്രയും കഴിച്ചിട്ട് ആകെ 1590 ആയിട്ടുള്ളൂ. അഞ്ച് പേര്, അഞ്ചാളല്ലേ? പക്ഷേ ഒരുപാട് സാധനങ്ങൾ നമ്മൾ മേടിച്ച ഐറ്റംസ് ഇല്ല, ഒന്നും പറയാനില്ല. അടിപൊളിയാണ്, അടിപൊളി ഫുഡാണ്, മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു റിവ്യൂ തന്നതിന് നന്ദി. ഞാനിത് ഹോട്ടലിൻ്റെ പരസ്യമൊന്നുമല്ല, ഞാനിപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ പിന്നെ പേര് ഗൗരി ശങ്കറിനൊന്ന് കണ്ടു, അപ്പോൾ അങ്ങനെ ഒന്ന് പരിചയപ്പെട്ടേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. പറയുകയാണെങ്കിൽ ഞാനും ആദ്യമായിട്ടാണ് കണ്ണൂർ വരുന്നത്. ആദ്യമായിട്ടാണ് കണ്ണൂർ വന്നിട്ട് ആദ്യമായിട്ട് കഴിക്കുന്നത് ഈ നാഷണൽ ഹോട്ടലിൽ നിന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഐ റിയലി ലൈക്ക് ദാറ്റ്. സോ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ചെമ്മീൻ എന്തായിരുന്നു? ചെമ്മീൻ ഫ്രൈ അല്ലേ? ചെമ്മീൻ ഫ്രൈ ആയിരുന്നു. ചെമ്മീൻ അത് അടിപൊളിയായിരുന്നു. പിന്നെ കല്ലുമ്മക്കായ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കല്ലുമ്മക്കായ ഇത്രയും ഇതായിട്ട് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് അടിപൊളിയായി. എനിക്ക് മസ്റ്റ് ട്രൈ ആണ്. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇടയ്ക്ക് വരുന്നതല്ലേ? ഇടയ്ക്ക് വരുന്നതല്ലേ? നല്ല ഭക്ഷണമല്ലേ? ഇപ്പോൾ അതാണ് ഞാൻ എറണാകുളം ടീമിനോട് സീ ഫുഡുകളുണ്ട്. സീ ഫുഡ്സ് വെറൈറ്റി ഉണ്ട്. ഫിഷ്, ഞണ്ട്, കൂന്തല്, കല്ലുമുട്ടായി എല്ലാം മറ്റേ തല അല്ലേ? തല ഫ്രൈ, ആട്ടുംതല, അതുപോലെ മീൻമുട്ട, ഇതെല്ലാം ഇവിടുത്തെ സ്പെഷ്യൽ. അതെ അതെ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാം. എല്ലാം ഗംഭീരാണല്ലേ? ഞാനും അങ്ങ് എൻ്റെ വീട് അങ്ങ് അഞ്ചരക്കണ്ടീൻ്റെ അടുത്താണ്, പക്ഷേ എന്നാലും ഇടയ്ക്കൊന്ന് വരും ഇങ്ങോട്ട്. ഓക്കെ, താങ്ക്സ് എല്ലോ. നല്ല തിരക്കുള്ള റോഡാണ് കണ്ണൂർ തലശ്ശേരി റോഡ്. അപ്പോൾ അവിടുന്ന് കോടതി സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴാണ് ഈ ഹോട്ടൽ വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.